ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ചരിത്രപുരുഷൻ റാണ സംഗയെക്കുറിച്ച് സമാജ്വാദി പാർട്ടി എംപി നടത്തിയ പരാമർശത്തെ ചൊല്ലി രാജ്യസഭയിൽ ബഹളം. സംസ്ഥാനത്തെ സമ്പൂർണ്ണ മാലിന്യമുക്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രഖ്യാപനം മറ്റന്നാൾ. ജമ്മുകശ്മീരിലെ കത്വയിൽ സുരക്ഷാസേന 3 ഭീകരരെ വധിച്ചു. ഏറ്റുമുട്ടലിൽ 3 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. സ്പേഡെക്സ് ദൌത്യത്തിന്റെ ഭാഗമായുള്ള റോളിംഗ് പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി ISRO. ISL ഫുട്ബോൾ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ തുടക്കം. വാർത്തകൾ വിശദമായി. സിസോദിയ രാജവംശത്തിലെ റാണ സാംഗയ്ക്കെതിരെ സമാജ്വാദി പാർട്ടി എംപി രാംജി ലാൽ സുമൻ നടത്തിയ പരാമർശത്തെ തുടർന്ന് രാജ്യസഭയിൽ ബഹളം. സഭ സമ്മേളിച്ചപ്പോൾ ട്രഷറി ബെഞ്ച് അംഗങ്ങൾ വിഷയം ഉന്നയിക്കുകയും സുമൻ നടത്തിയ പരാമർശത്തിന് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. രാജ്യത്തിനുവേണ്ടി പോരാടിയ എല്ലാവരെയും ബഹുമാനിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. വഖഫ് ഭേദഗതി ബില്ലിനെ ചൊല്ലിയുള്ള വ്യാജ പ്രചാരണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. വഖഫ് സ്വത്തുക്കളുടെ കാര്യക്ഷമമായ നടത്തിപ്പ് ഉറപ്പാക്കുന്നതിനാവശ്യമായ പരിഷ്കാരങ്ങളാണ് ബില്ലിലൂടെ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്തെ സമ്പൂർണ്ണ മാലിന്യമുക്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രഖ്യാപനം മറ്റന്നാൾ നടക്കും. 126 ഗ്രാമപഞ്ചായത്തുകളും 13 മുനിസിപ്പാലിറ്റികളും മാലിന്യമുക്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായി ഇതിനകം തന്നെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. 8337 മാലിന്യമുക്ത വാർഡുകളുടെ പ്രഖ്യാപനവും പൂർത്തിയായി. 13 മാനദണ്ഡങ്ങളിൽ ഓരോന്നിലും 80% പുരോഗതി കൈവരിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയാണ് മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്നത്. മാലിന്യ സംസ്കരണ രംഗത്ത് പുതിയ ചുവടുവയ്പുമായി ആലപ്പുഴ നഗരസഭ. നഗരത്തിലെ വിവിധ വാർഡുകളിലെ മാലിന്യം ശേഖരിച്ച് ജൈവവളമാക്കി വിപണിയിലെത്തിക്കുന്നതാണ് പദ്ധതി. ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. ആലപ്പുഴ നഗരത്തിലെ 52 വാർഡുകളിൽ നിന്ന് പ്രതിദിനം ഏകദേശം 40 ടൺ മാലിന്യമാണ് പുറന്തള്ളുന്നത്. എയറോബിക് കമ്പോസ്റ്റ് യൂണിറ്റുകളുടെ ബിന്നുകളിൽ എത്തുന്ന ഈ ജൈവമാലിന്യം 120 ദിവസത്തിനകം വളമാക്കും. ഇതിനായി ആലപ്പുഴ ആലിശ്ശേരിയിൽ വളം നിർമ്മാണ യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. വെള്ളായണി കാർഷിക സർവകലാശാലയിൽ നടത്തിയ പരിശോധനയിൽ വളത്തിന്റെ ഗുണമേന്മ സാക്ഷ്യപ്പെടുത്തുന്നു. 1 കിലോ വളത്തിന് 30 രൂപയാണ് വില. സ്പേഡെക്സ് ദൌത്യത്തിന്റെ ഭാഗമായുള്ള റോളിംഗ് പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി ISRO. ചന്ദ്രയാൻ 4 പോലെയുള്ള ഭാവി ദൌത്യങ്ങൾക്ക് നിർണായകമാണ് ഈ പരീക്ഷണം. ISROയ്ക്ക് വിവിധ സാഹചര്യങ്ങളിൽ ഡോക്ക് ചെയ്യേണ്ടി വരുമെന്നും അവയിൽ ചിലത് നിലവിലെ ദൌത്യത്തിന്റെ ഭാഗമായി പരീക്ഷിക്കുമെന്നും ISRO ചെയർമാൻ വി നാരായണൻ പറഞ്ഞു. ഈ മാസം 13-ന് നടന്ന സ്പേഡെക്സ് ദൌത്യത്തിന്റെ ഭാഗമായി 2 ഉപഗ്രഹങ്ങളുടെ അൺഡോക്കിംഗ് ഇസ്രോ വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു. ബിജെപി സംസ്ഥാന കോർ കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റ ശേഷം നടക്കുന്ന ആദ്യ യോഗമാണിത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യും. ജമ്മുകശ്മീരിലെ കത്വയിൽ സുരക്ഷാസേന 3 ഭീകരരെ വധിച്ചു. ഏറ്റുമുട്ടലിൽ 3 സുരക്ഷാ ഉദ്യോഗസ്ഥർ വീരമൃത്യു വരിച്ചു. ജുദാനയിലെ വനമേഖലയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. ഒരു ഡിവൈഎസ്പി ഉൾപ്പെടെ 4 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. ഭീകരർക്കായി ഇന്നലെ രാവിലെ ആരംഭിച്ച തെരച്ചിലാണ് ഏറ്റുമുട്ടലിൽ കലാശിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും ഇന്നുകൂടി സമർപ്പിക്കാം. 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ, നരേന്ദ്രമോദി ആപ്പ്, മൈ ജിഒവി ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. മറ്റന്നാളാണ് പരിപാടിയുടെ 120ാം പതിപ്പിന്റെ പ്രക്ഷേപണം. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളിലും പരിപാടി ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണത്തിന് ശേഷം പ്രാദേശിക ഭാഷകളിൽ മൻ കി ബാത്ത് കേൾക്കാം. സംസ്ഥാന യുവജന ക്ഷേമ ബോർഡിന് കീഴിലുള്ള ദേവികുളം സാഹസിക അക്കാദമിയുടെ പുതിയ മന്ദിര നിർമ്മാണത്തിന് തുടക്കമായി. അഡ്വഞ്ചർ ടൂറിസത്തിനും സാഹസിക പ്രവർത്തനങ്ങൾക്കും സഹായകരമായ കേന്ദ്രം എന്ന നിലയിലാണ് പുതിയ മന്ദിരം നിർമ്മിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. അക്കാദമിക്ക് സ്വന്തമായുള്ള 1 ഏക്കർ സ്ഥലത്ത് 9.63 കോടി രൂപ ചെലവഴിച്ച 100 പേർക്ക് താമസം, പരിശീലനത്തിനുള്ള സൌകര്യം, ആംഫി തിയേറ്റർ, കോൺഫറൻസ് ഹാള്, ഡൈനിങ് ഹാള്, VIP മുറികൾ, ആധുനിക രീതിയിലുള്ള ശുചിമുറികൾ, ഉപകരണങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള മുറികൾ തുടങ്ങിയ സൌകര്യങ്ങളോട് കൂടിയ കെട്ടിടമാണ് പുതുതായി നിർമ്മിക്കുന്നത്. തീരദേശ വികസന അതോറിറ്റിക്കാണ് നിർമ്മാണ ചുമതല. ദേവികുളത്ത് നിലവിലുള്ള അക്കാദമിയിലെ പരിശീലനത്തിനുള്ള സൌകര്യക്കുറവ് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ സാഹസിക അക്കാദമി നിർമ്മിക്കുന്നത്.
കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ വൻ ഗതാഗതക്കുരുക്ക്. ചുരത്തിന്റെ 6ാം വളവിൽ ടൂറിസ്റ്റ് ബസ് തകരാറിലായതിനെ തുടർന്നാണ് വാഹനങ്ങൾ കുടുങ്ങിയത്. ഇന്ന് പുലർച്ചെ 2 മണിയോടെയായിരുന്നു യന്ത്ര തകരാറിനെ തുടർന്ന് ബസ് കുടുങ്ങിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. തലശ്ശേരി നഗരസഭ ഇനി മുതൽ അതിദാരിദ്ര്യമുക്തം. നിയമസഭാ സ്പീക്കർ AN ഷംസീറാണ് പ്രഖ്യാപനം നടത്തിയത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സജീവ ഇടപെടലിലൂടെയാണ് ഈ ലക്ഷ്യം കൈവരിക്കാൻ സാധിച്ചതെന്ന് സ്പീക്കർ പറഞ്ഞു. നഗരസഭയിലെ 104 കുടുംബങ്ങളായിരുന്നു അതിദാരിദ്ര്യ വിഭാഗത്തിലുണ്ടായിരുന്നത്. അപ്പർ കുട്ടനാട്ടിലടക്കം പത്തനംതിട്ട ജില്ലയിലെ നെൽ കർഷകർ നേരിടുന്നത് കടുത്ത പ്രതിസന്ധി. നെല്ലു സംഭരണം വൈകുന്നതും കൊയ്ത്ത് യന്ത്രങ്ങളുടെ അഭാവവും കർഷകരെ ആശങ്കയിലാഴ്ത്തുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. നെല്ല് വിളവെടുപ്പിന് പാകമായെങ്കിലും വേനൽമഴ എത്തിയത് ആശങ്ക സൃഷ്ടിക്കുന്നതിനിടയിലാണ് പ്രവർത്തനക്ഷമമല്ലാത്ത കൊയ്ത്തുമെതി യന്ത്രങ്ങൾ വലിയ പ്രതിസന്ധിക്ക് ഇടയാക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെ സ്വകാര്യ യന്ത്രങ്ങൾ എത്തിച്ചാണ് കൂടുതലായും മുൻവർഷങ്ങളിൽ കൊയ്ത്ത് നടന്നത്. പ്രതികൂല കാലാവസ്ഥയെ അതിജീവിച്ച് കൃഷിയിറക്കിയ കർഷകന് ഇത്തവണയും വിളവെടുപ്പ് കാലത്ത് വലിയ പ്രതിസന്ധിയാണ് ഇത് ഉണ്ടാക്കുന്നത്. കൊയ്തെടുത്താൽ സംയോജിത സംഭരണ സംവിധാനത്തിന്റെ അഭാവം, കർഷകർക്ക് താങ്ങുവില ലഭിക്കാത്തത് എന്നിവയും കർഷകരുടെ ദുരിതം ഇരട്ടിപ്പിക്കുകയാണ്. വയനാട് MP പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തിലെ 2ാം ദിവസത്തെ സന്ദർശനം പുരോഗമിക്കുന്നു. എടവക ഗ്രാമപഞ്ചായത്തിലെ വീരജവാൻ തലച്ചിറ ജനീഷ് സ്മൃതി മണ്ഡപം MP ഉദ്ഘാടനം ചെയ്തു. തവിഞ്ഞാൽ പഞ്ചായത്തിന്റെ മോഡൽ അംഗൻവാടിയുടെയും വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെയും വനിതാ ഫുഡ് കോർട്ടിന്റെയും ശിലാസ്ഥാപനവും നടത്തി. വയനാട് കളക്ടറേറ്റിൽ നാളെ നടക്കുന്ന ദിശ മീറ്റിംഗിൽ പങ്കെടുത്ത ശേഷം കൈത്താങ് പദ്ധതിയിൽ നിർമ്മിക്കുന്ന 29 വീടുകളുടെ താക്കോൽദാനവും പ്രിയങ്ക ഗാന്ധി നിർവഹിക്കും. ISL ഫുട്ബോൾ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ തുടക്കം. നാളെ ആദ്യ പ്ലേ ഓഫിൽ ബംഗളൂരു FCയും മുംബൈ സിറ്റി FCയും ഏറ്റുമുട്ടും. അടുത്ത മാസം 12-നാണ് ഫൈനൽ. ഇന്ന് റംസാൻ മാസത്തിലെ അവസാന വെള്ളി. ഖുർആൻ പാരായണത്തിൽ മുഴുകി പാപമോചനത്തിനായി പ്രാർത്ഥിക്കുകയാണ് ഇസ്ലാം മതവിശ്വാസികൾ. ദാനധർമ്മങ്ങളിൽ സജീവമാകുന്നതിനൊപ്പം വിശ്വാസികൾ പള്ളികളിൽ കൂടുതൽ സമയം ചെലവിടും. ഇന്നലെയായിരുന്നു ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ദിവസമായ ലൈലത്തുൽ ഖദർ. ദക്ഷിണേന്ത്യയിലെ ഏക ദുര്യോധന ക്ഷേത്രമായ കൊല്ലം പോരുവഴി പെരുവിരുത്തി മലനടയിലെ മലക്കുട മഹോത്സവം ഇന്ന് വൈകുന്നേരം നടക്കും. കറുപ്പ് കച്ചയുടുത്ത് മലർക്കുടയേന്തി കുന്നിറങ്ങുന്ന ഊരാളി ജനങ്ങളെ അനുഗ്രഹിച്ച് കുന്നുകയറി ക്ഷേത്രങ്ങളിലേക്ക് മടങ്ങുന്നതാണ് പ്രധാന ചടങ്ങ്. നെടും കുതിരയെടുപ്പിനും ആയിരങ്ങൾ സാക്ഷിയാകും. ഇടുക്കി തൊടുപുഴയിൽ ബിസിനസ് പങ്കാളിയെ കൊലപ്പെടുത്തിയ കേസിൽ 1ാം പ്രതി ജോമോനെ വീട്ടിലെത്തിച്ച് പോലീസ് തെളിവെടുത്തു. കേസിൽ 4 പേരാണ് അറസ്റ്റിലായത്. ബിജുവിനെ തട്ടിക്കൊണ്ടുപോയ വാഹനത്തിൽ വെച്ച് മർദ്ദിച്ച ശേഷം ജോമോന്റെ വീട്ടിലെത്തിച്ചെന്നാണ് പ്രതികളുടെ മൊഴി. ജോമോന്റെ വീട്ടുകാരുൾപ്പെടെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് അന്വേഷിക്കുമെന്നും പോലീസ് അറിയിച്ചു. കോട്ടയം ജില്ലയിൽ ആകാശവാണി പാർട്ട് ടൈം കറസ്പോണ്ടന്റിനെ കരാർ അടിസ്ഥാനത്തിൽ എടുക്കുന്നതിനുള്ള അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷകർ ജില്ലാ ആസ്ഥാനത്ത് നിന്നും 10 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിരതാമസക്കാരായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് prasarbharati.gov.in/pb vacancies എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് 30. വിശദവിവരങ്ങൾക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മുതൽ വൈകുന്നേരം 5 മണി വരെ 0471 2324 983 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇമെയിൽ ID airnewstvpm@gmail.com. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. സെൻസെക്സ് 77,606-ലും നിഫ്റ്റി 23,600-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 105 രൂപ കൂടി 8,340 രൂപയും പവന് 66,720 രൂപയുമാണ് ഇന്നത്തെ വില. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും. ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 5 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ദേശീയ വനിതാ ഹോക്കി ലീഗ് ഫൈനലിൽ ഹോക്കി അസോസിയേഷൻ ഒഡീഷ ഇന്ന് ഹോക്കി ഹരിയാനയെ നേരിടും. വൈകിട്ട് 6-ന് റാഞ്ചിയിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. ചരിത്രപുരുഷൻ റാണ സാംഗയെക്കുറിച്ച് സമാജ്വാദി പാർട്ടി MP നടത്തിയ പരാമർശത്തെ ചൊല്ലി രാജ്യസഭയിൽ ബഹളം. സംസ്ഥാനത്തെ സമ്പൂർണ്ണ മാലിന്യമുക്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രഖ്യാപനം മറ്റന്നാൾ. ജമ്മുകശ്മീരിലെ കത്വയിൽ സുരക്ഷാസേന 3 ഭീകരരെ വധിച്ചു. ഏറ്റുമുട്ടലിൽ 3 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. സ്പേഡെക്സ് ദൌത്യത്തിന്റെ ഭാഗമായുള്ള റോളിംഗ് പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി ISRO. ISL ഫുട്ബോൾ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ തുടക്കം.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.